Good afternoon. Okay, നമ്മൾ എവിടെ വരെയാണ്? വാർഡ് ഹോസ്പിറ്റൽ വാർഡിലെടുത്ത് എവിടെ വരെ എടുത്തേ? ജോബ് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു മാം. ഇനി പേഷ്യന്റ് റിലേഷൻ ഓഫീസർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷൻ ആരുടെയാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലെ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അപ്പൊ എന്തൊക്കെയായിരുന്നു? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് അവരുടെ പ്രധാനമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി? എന്താ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്താണ് അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യന്റ് അവരുടെ കാര്യങ്ങള് പേഷ്യൻസിന്റെ ഇതും ഡിസബിലിറ്റീസോ വല്ല ഡിസീസോ ഉള്ള രോഗികളെ ഹെൽപ്പ് ചെയ്യാം. റിക്കവർ ആയി വരുന്നവരെ അല്ലെ, ഭേദമായി വരുന്നവരെ ഹെൽപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളവർ, അതിനു വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി അവരെന്താണ്? അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒരു 6 പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ജോബ് ഡിസ്ക്രിപ്ഷനില് ഫസ്റ്റ് എന്താ പറഞ്ഞേ? നോയ്സ് ലെവൽ ചെക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഏതാണ്? അവിടെയുള്ള സ്റ്റാഫുകളുടെ ഡിസിപ്ലിൻ അല്ലെ, അതിനുള്ളിൽ വരുന്നതാണ് നോയ്സ് ലെവൽ ചെക്ക് ചെയ്യുക, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ നഴ്സിംഗ് കോഴ്സിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, അതുപോലെ പേഷ്യൻസിനോടുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ശരിയായ രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. അത് എന്തിൽ വരുന്നതാണ്? സ്റ്റാഫുകള് ആ വാർഡിൽ എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അപ്പൊ അവരുടെ നല്ല ഡിസിപ്ലിനോട് കൂടിയാണോ അവര് ഓരോ വർക്കും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിനെ പറ്റിയാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് എന്താ പറഞ്ഞേ? സെക്കൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ്. അതിൽ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു? എന്താണ് പറയുന്നത്? വരുന്ന അഡ്മിഷന്റെ കാര്യങ്ങള് കറക്റ്റ് ആയിരിക്കും. അഡ്മിഷൻസ് വരികയാണെങ്കിൽ അതൊക്കെ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത് പറഞ്ഞ എന്താ? ഡിസ്ചാർജ് ചെയ്ത കാര്യങ്ങള്, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ആ സിസ്റ്റത്തിൽ കൃത്യമായ സമയത്ത് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ബെഡ് മാനേജ്മെന്റ്, ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുക. ഇനി തേർഡ് പോയിന്റിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് ഉറപ്പുവരുത്തേണ്ടത്? പേഷ്യന്റിന്റെ കെയർ ആണ് അല്ലെ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുള്ളിൽ വരുന്ന 3 പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നുള്ളത്, പേഷ്യൻസിന്റെ ഇത്രയും കാര്യങ്ങള്, അതായത് അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുക. അതുപോലെ പേഷ്യൻസിന് എന്തെങ്കിലും എൻക്വയറീസ്, അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ മറ്റ് ഫീസുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളുമായിട്ട് അവർക്ക് എന്തെങ്കിലും എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുക. മൂന്നാമതായി പറഞ്ഞ എന്താ? മെഡിക്കൽ റെക്കോർഡ് ഫയലുകള് കൃത്യമായിട്ടാണോ ഒരു പേഷ്യന്റിനെ മെഡിക്കൽ റെക്കോർഡ് ഫയലുകൾ ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് മൂന്നുമാണ് ഇതിൽ വരുന്നത് ഇൻഷുർ പേഷ്യന്റ് കെയറിൽ വരുന്നത്. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞത്? ഫോർത്ത് വൺ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞത് എന്തായിരുന്നു? ഫീഡ്ബാക്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ HOD ഫീഡ്ബാക്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ HODയെ അറിയിക്കുക. അത് എന്തിനെ പറ്റിയാണ്? ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി സേവനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ സേവനങ്ങളുടെ ക്വാളിറ്റി ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ച് നല്ല ഗുണമേന്മയിലുള്ള സേവനങ്ങളല്ല കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും? കംപ്ലൈൻസ് വരും അല്ലെ. അപ്പൊ അങ്ങനെ കംപ്ലൈൻസുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവം
ആ വാർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയർമാനോട് അല്ലെങ്കിൽ HOD-യോട് അറിയിക്കേണ്ടതും ഉണ്ട്. നെക്സ്റ്റ് ഫോർത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്, കോർഡിനേറ്റിംഗ് വാർഡ് പെർഫോമൻസ്. സ്റ്റാഫുകൾ, ആ ഒരു വാർഡിലുള്ള എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ആര് സൂപ്പർവൈസ് ചെയ്യണം? ഈ ഫ്ലോർ മാനേജർ ആരെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ഡോക്ടേഴ്സിന്റെ വിസിറ്റ്, അതായത് അതെല്ലാം നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയിലാണ് നമ്മൾ പഠിച്ചത്? അത് ആരുടെ ഡ്യൂട്ടിയിലാണ് പഠിച്ചത്? ഫ്ലോർ മാനേജറിന് മുൻപ് നമ്മൾ ആരുടെ ഡ്യൂട്ടിയാണ് പഠിച്ചിരുന്നേ? ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറി അല്ലെ? വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫ്ലോറില് വാർഡ് സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ വാർഡ് സെക്രട്ടറിയുടെ ജോലികളെല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഈ ഫ്ലോർ മാനേജർ ആണ്. അപ്പൊ ആ വാർഡ് സെക്രട്ടറി ആണ് എന്ത് ചെയ്യേണ്ടത്? ഡോക്ടേഴ്സിന്റെ വിസിറ്റ്, അതുപോലെ ആ പേഷ്യൻസിന് എന്തെങ്കിലും എക്കോ ചെയ്തിട്ടുണ്ടെങ്കിലോ ECG ചെയ്തിട്ടുണ്ടെങ്കിലോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കേണ്ടത് ഈ വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ വാർഡ് ക്ലർക്കാണ്. അവര് ആ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? ആരാ സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ആണോ അത്രയും പോയിന്റ്സ്? ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വരുന്ന ആളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. പേഷ്യൻസ് റിലേഷൻ ഓഫീസർ എന്ന് പറയും, അല്ലെങ്കിൽ PRO എന്ന് പറയാം അല്ലെ? ഷോർട്ട് ആക്കി നമുക്ക് PRO എന്നാണ് വെച്ച് പറയാറ് കേട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഓഫീസർ, അപ്പൊ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇവര് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്താണ് ചെയ്യുക? പേഷ്യൻസിന്റെ റിലേഷൻ, ആരുമായിട്ടുള്ള റിലേഷൻ ആണ്? പേഷ്യന്റ് ആരുമായിട്ടുള്ള റിലേഷൻ ആണ് വരിക അവിടെ? പേഷ്യൻസും മറ്റാരൊക്കെ തമ്മിലാണ് അവിടെ കോണ്ടാക്ട് വരുന്നത്? ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അല്ലെ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ ഇവിടെ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിനെ മാനേജ് ചെയ്യാനായിട്ടാണ് ഈ പേഷ്യന്റ് റിലേഷൻ മാനേജർ ഉള്ളത് അല്ലെങ്കിൽ ഓഫീസർ ഉള്ളത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ആ പേഷ്യന്റും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മാനേജ് കൊണ്ടുപോകാനായിട്ട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പേഷ്യന്റ് റിലേഷൻസ് ഓഫീസർ ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യന്റ്. പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ഉള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. എന്താണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്? അവരെന്തിന് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും? മാനേജിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ്. They work with doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient care pleased with their experience. ഇനി ഇവർ ആരൊക്കെ ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ഡോക്ടേഴ്സുമായി കൂടെ, ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, നഴ്സസ്, അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകള്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ, ഇവരെല്ലാവരുമായിട്ട് കൂടി ചേർന്ന് വർക്ക് ചെയ്യുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ പാർട്ടീസ്, ഇങ്ങനെയുള്ള എല്ലാവരും, അതായത് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന, പേഷ്യൻസ് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടവരാണ് ഇവരെല്ലാവരും അല്ലെ? ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ ഒരു പേഷ്യന്റിന്റെ കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെയുള്ള രോഗി പരിചരണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ എങ്ങനെയായിരിക്കണം? അവരുടെ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സംതൃപ്തരാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പൊ പേഷ്യൻസിന് മാത്രമല്ല സംതൃപ്തി വേണ്ടത്, അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുന്ന
കൊടുക്കുന്നവരും എങ്ങനെയായിരിക്കണം, അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന, അതിനുവേണ്ടി മാനേജ് ചെയ്യുന്ന ഒരാളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. വർക്ക് വിത്ത് ഡോക്ടേഴ്സ്, അവർ ഡോക്ടേഴ്സുമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, നഴ്സസ്, ഹോസ്പിറ്റൽസിന്റെ ബാക്കിയുള്ള സ്റ്റാഫുകളുമായി കൂടി ചേർന്ന്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായി കൂടി ചേർന്ന് എല്ലാവരുമായിട്ട്, അതായത് പേഷ്യൻസിന് കെയർ കൊടുക്കാനായിട്ട് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും ഉൾപ്പെടുത്തി അവരൊക്കെ ആയിട്ട് കൂടി ചേർന്നുകൊണ്ട് അവരിങ്ങനെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെയായിരിക്കണം, രണ്ടു കൂട്ടരും സാറ്റിസ്ഫൈഡ് ആണോ, അവരുടെ അനുഭവത്തിൽ അവരെങ്ങനെയാണ്, സംതൃപ്തരാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യുന്ന ഒരാളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഇനി ജോബ് ഡ്യൂട്ടീസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. നോക്കിയേ, പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? A patient relations manager typically has an expensive range of responsibilities. അവർക്ക് കുറച്ച് വലിയ രീതിയിലുള്ള ഒരു റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ് അവ നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ensuring that patients are comfortable during their visit by greeting them warmly. ഫസ്റ്റ് എന്താ പറയുന്നത്, ഇവർ എന്ത് ചെയ്യണം, ഈ പേഷ്യന്റ് കെയർ റിലേഷൻഷിപ്പ് ഓഫീസർ എന്ന് പറയുന്നവര് അവർ എപ്പോഴും എങ്ങനെയാണ്, വാർഡുകളിലെ ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യും, വിസിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സന്ദർശിക്കാനായിട്ട് ചെല്ലും. അങ്ങനെ സന്ദർശിക്കാനായിട്ട് ചെല്ലുമ്പോ ആ പേഷ്യൻസിനോട് എങ്ങനെയായിരിക്കണം, വളരെ നല്ല രീതിയിൽ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ പ്രസന്റ് ആക്കി വെക്കുന്ന രീതിയിൽ അവരെ എന്ത് ചെയ്യുക, അഭിവാദ്യം ചെയ്യുക, അവരോട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അവരെ ശരി നല്ല കംഫർട്ടബിൾ ആണോ, ആ വാർഡിൽ അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. ഞാൻ ആദ്യത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ചെയ്യുന്ന സമയത്ത് അവരോട് എന്ത് ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ പോസിറ്റീവ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അവരെങ്ങനെയാണ് ആ വാർഡില് പേഷ്യൻസ് വളരെ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, മേക്കിംഗ് ഷുവർ ദാറ്റ് patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. ഇനി എന്താണ്, making sure that patients എപ്പോഴും അവെയർ ആയിരിക്കണം, ബോധവാന്മാരായിരിക്കണം. എന്തിനെ കുറിച്ചാണ്, എന്തെങ്കിലും ഇപ്പൊ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, അവർക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഇപ്പൊ നിലവില് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ ട്രീറ്റ്മെന്റുകളില്, നിലവിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ അവിടെ വാർഡിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ. ഇപ്പൊ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നവരാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് പറയാം എന്താണ്, ഇൻഫെക്ഷൻസിന്റെ അളവ് കൂടുതലാണ്, എന്താണ് കൗണ്ട് ഒക്കെ കൂടുതലാണ്, അല്ലെങ്കിൽ ESR കൂടുതലാണ് എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ആയിരിക്കും വരാം. നമ്മൾ കുറച്ച് ദിവസം ആ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ 2 or 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കും അല്ലെ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ എടുത്ത് കഴിയുമ്പോൾ എന്താണ്, ആ റിസൾട്ടിൽ ചിലപ്പോൾ എന്തായിരിക്കും, ആ വേരിയേഷൻസ് കാണിച്ചേക്കാം. കാരണം ആ മുൻപ് ഉണ്ടായിരുന്ന ചിലപ്പോൾ അത്രയും ലെവലിൽ ഇപ്പൊ ബ്ലഡിൽ ഇൻഫെക്ഷൻസിന്റെ അളവ് കുറഞ്ഞായിരിക്കും കാണാം അല്ലെ. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് നമുക്ക് അവിടെ എന്തായി, നമ്മുടെ മെഡിക്കൽ കണ്ടീഷനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു അല്ലെ. നമ്മൾ കുറച്ചും കൂടി എന്തായി, ബെറ്റർ കണ്ടീഷനിലോട്ട് വന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നിലവിലെ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താണ്, പേഷ്യൻസിനോട് സംസാരിക്കൽ, അത് അവരുടെ നിലവിലുള്ള മെഡിക്കൽ കണ്ടീഷൻ എന്താണ്, നിലവിൽ അവരുടെ ട്രീറ്റ്മെന്റുകളിൽ എന്തെങ്കിലും പുതിയ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള ട്രീറ്റ്മെന്റുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം പേഷ്യൻസിനെ ബോധവാന്മാരാക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണെന്ന് നോക്കിയേ, and informing them of any imminent appointment. Imminent appointment എന്താ, ഉടൻ ഉണ്ടായേക്കാവുന്ന അപ്പോയിന്റ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹാർട്ട് ഡിസീസുമായി ബന്ധപ്പെട്ട് വന്ന് അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് ആണ് വിചാരിക്കാം. അപ്പൊ ആ പേഷ്യന്റിന് നമ്മൾ കുറെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വല്ല കിഡ്നി സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗമുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ പേഷ്യൻസിന് എന്ത് ചെയ്യും, നമ്മള് ഇവിടെ നിലവിൽ ട്രീറ്റ്മെന്റ് തുടരുകയും ചെയ്യും,
അതോടൊപ്പം തന്നെ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കിഡ്നിയാണ് ഡാമേജ്ഡ് ആയ പോലെ കാണുകയാണെങ്കിൽ ഇത് റിലേറ്റഡ് എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഡോക്ടറെയും കൂടി കൺസൾട്ട് ചെയ്യാനായിട്ട്, അവരെയും കൂടി ഒന്ന് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ പുതിയതായിട്ടുള്ള എന്തെങ്കിലും അപ്പോയിന്റ്മെന്റുകൾ ഉടനടി ഈ പേഷ്യൻസിനെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് അപ്പോയിന്റ്മെന്റുകൾ വരുന്നുണ്ടെങ്കിൽ അതും ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, ബോധവാന്മാരാക്കിയിരിക്കണം. അതായത് പേഷ്യൻസിന്റെ അറിവോട് കൂടിയോ സമ്മതമില്ലാതെയോ ഒന്നും ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനോട് മുൻപ് തന്നെ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് കൂടി ബോധവാന്മാരാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഓർ ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. ഇനി ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മറ്റൊരു ഡോക്ടറെ കാണാനായിട്ട് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ആവശ്യകത വരുന്ന സന്ദർഭങ്ങളിൽ ആ പേഷ്യന്റിനെ ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട്, ആ ഒരു അപ്പോയിന്റ്മെന്റിന് പോകാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനും തിരിച്ചവിടെ നിന്ന് കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, providing emotional backup to patients, including answering patient questions and offering reassurance. ഇനി എന്താണ്, ഇപ്പൊ പേഷ്യൻസ് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പേഷ്യൻസിന് എന്തായും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമ്മൾ ആരും നൽകണം, ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ നൽകണം. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ അവർക്ക് ഇപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവരിപ്പോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിലുള്ള ആൻസർ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഓഫറിങ് റീഅഷുറൻസ്, അവരെ ധൈര്യം കൊടുത്ത് അവരെന്ത് ചെയ്യുക, ധൈര്യത്തോടുകൂടി അവരെ മുന്നോട്ട് നടത്തുക. അപ്പൊ നമുക്കൊരു ധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് ആര് കഴിയണം, ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് കഴിയണം. കാരണം പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയും അവരുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് ശരിയായ രീതിയിൽ ഒരു മനോധൈര്യം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ പ്രചോദനം നൽകേണ്ട ഒരു വ്യക്തി കൂടിയാണ്. നെക്സ്റ്റ്, കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ നീഡ്സ് ആർ മെറ്റ് ഡ്യൂറിംഗ് പേഷ്യന്റ് വിസിറ്റ്. ഇനി എന്താണ്, ആരൊക്കെ തമ്മിൽ എന്താണ് കോർഡിനേറ്റ് ചെയ്യണം, അവിടെയുള്ള ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഷുവർ ദാറ്റ് ഓൾ നീഡ്സ് ആർ മെറ്റ് ഡ്യൂറിംഗ് പേഷ്യന്റ് വിസിറ്റ്. അപ്പൊ ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേഷ്യൻസിനെ എന്ത് ചെയ്യും, സന്ദർശിക്കാനായിട്ട് വരുന്ന സമയത്ത് പേഷ്യൻസ് എന്തെങ്കിലും ആവശ്യകതകൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആവശ്യകതകളൊക്കെ മാനിക്കാനായിട്ട് അല്ലെങ്കിൽ ആവശ്യകതകൾ നടപ്പിലാക്കാനായിട്ട് ആരൊക്കെ കൂടി ചേർന്ന് സഹകരിച്ചുകൊണ്ടായിരിക്കണം അത് നടപ്പിലാക്കി കൊടുക്കേണ്ടത്, ഈ ഫിസിഷ്യൻസും അതുപോലെ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റി നൽകുക. നെക്സ്റ്റ്, മെയിൻറ്റെയിനിങ് എക്സാക്ട് റെക്കോർഡ്സ് ഓഫ് പേഷ്യന്റ് മീറ്റിംഗ്സ് വിത്ത് ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. ഇവിടെ പേഷ്യൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഡോക്ടേഴ്സ് വിസിറ്റിങ്ങിന് വരും അല്ലെ, ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും, അതിന്റെ സമയം, അതുപോലെ തന്നെ ഇപ്പൊ ഫിസിഷ്യൻസ് വരുന്ന സമയം, നഴ്സിന് ആ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കോഴ്സിന് ഇന്ന ടൈമില് മരുന്നുകളോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടാവും, ഇന്ന ടൈമിൽ ടെസ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു സമയമുണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള അവർ ചെയ്യുന്ന ഡ്യൂട്ടിയും അതുമായി ബന്ധപ്പെട്ട ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ്, വാർഡുമായി ബന്ധപ്പെട്ട് പേഷ്യൻസുമായി കോണ്ടാക്റ്റിൽ വരുന്ന മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനും ഇതുപോലെ അവരുടേതായ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതൊക്കെ എക്സാക്ട് ആയിട്ട് വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈന്റ്സ്. പേഷ്യൻസിന് എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അതുപോലെ കൺസേൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റുമായി പ്ലാനുമായി ബന്ധപ്പെട്ട് അവർ ചോദ്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നേരിടുക. അതുപോലെ തന്നെ അവരുടെ ഡയഗ്നോസിസ്, രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുക. നെക്സ്റ്റ്, മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ പേഷ്യൻസ് അറ്റ് ഹോസ്പിറ്റൽ. ഇനി ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് വാർഡിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്നും ആ വാർഡിൽ നിന്നും എന്തൊക്കെ
ഹെൽത്ത് കെയർ സർവീസ് ആണ്, ആരോഗ്യപരമായിട്ടുള്ള എന്തൊക്കെ സേവനങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്നും ആ പേഷ്യന്റിന് ലഭിക്കും, അതുപോലെ എന്തൊക്കെ ഫെസിലിറ്റി സൗകര്യങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ നിലവിൽ ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസ് എന്ത് ചെയ്യണം, എപ്പോഴും അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ബോധവാന്മാരായിരിക്കണം. അതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. Next, investigate and convey complaints or problems to appropriate head department of the hospital. ഇനി എന്താണ്, എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻസോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പരിശോധിച്ചതിന് ശേഷം അതെന്ത് ചെയ്യുക, ആ ഹെഡുമായിട്ട്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടാവുമല്ലോ, ചോടി, അവരുമായിട്ട് എന്ത് ചെയ്യുക, കൺവേ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, അസിസ്റ്റിംഗ് ഇൻ സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് ആൻഡ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയേറ്ററി ബിറ്റ്വീൻ പേഷ്യൻസ്, ഫാമിലീസ് ആൻഡ് സ്റ്റാഫ്. ഇനി എന്താണ്, ഈ പേഷ്യൻസ്, വാർഡിലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് പേഷ്യൻസും അവരുടെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും വാക്തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ, അതാണ് കോൺഫ്ലിക്ട്സ് അല്ലെ, തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെയൊക്കെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ആരാണത് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്, അതിനെ സഹായിക്കേണ്ടത് ആരാണ്? ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ്, തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കേണ്ടത്. നെക്സ്റ്റ്, കളക്ട് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് അപ്രോപ്രിയേറ്റ്ലി. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ്, ഇപ്പൊ നമ്മളൊരു ആപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കാറില്ല, ഒരു ഫീഡ്ബാക്ക്, ഒരു സർവേ പോലെ നമ്മുടെ അടുത്ത് ചോദിക്കില്ലേ, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട്, എത്ര സ്റ്റാർ കൊടുക്കും എന്നുള്ള രീതിയിൽ ചോദിക്കാറില്ലേ? നമ്മൾ വല്ല എന്തെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയില്ലേ? കണ്ടിട്ടില്ല? ആരും കണ്ടിട്ടില്ല? സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ചോദിക്കാറില്ലേ? അവരവരുടെ ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെയും ഫീഡ്ബാക്ക് അവരോട് ചോദിക്കും, അതായത് പേഷ്യൻസിനോടാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഒരു പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തു, ആ ട്രീറ്റ്മെന്റ് അവർ സാറ്റിസ്ഫൈഡ് ആണോ, ആ ട്രീറ്റ്മെന്റ് വഴി അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടോ, ഈ ഹോസ്പിറ്റലിൽ നൽകുന്ന ഈ സേവനങ്ങളിൽ അവര് തൃപ്തരാണോ, സംതൃപ്തരാണോ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ ഈ പേഷ്യൻസിൽ നിന്ന് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതൊരു ഡേറ്റയാക്കി വെക്കുകയും, അപ്പൊ അതുവഴി അവർക്ക് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലുകാർക്ക് ആ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം അവരത് തുറന്ന് പറയും അല്ലെ. അപ്പൊ ആ സമയത്ത് അവർക്ക് അതിന്റെ മാറ്റങ്ങൾ വരുത്താനും പിന്നീട് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് രീതിയിൽ ശരിയായിട്ടുള്ള ശുപാർശകൾ, റെക്കമെൻഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, എക്സ്പ്ലെയിനിങ് പോളിസീസ്, procedures or services to unknown patients by using medical administrative knowledge. മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഹോസ്പിറ്റലിനെ പറ്റി യാതൊരു അറിവോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അൺനോൺ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ആ ഹോസ്പിറ്റലിലെ വാർഡുമായി ബന്ധപ്പെട്ട പോളിസീസ്, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ്, മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പേഷ്യൻസിന്റെ റൈറ്റുകൾ, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, പേഷ്യൻസിന് സ്റ്റാഫുകൾ മാത്രമല്ല അല്ലെ ഒരു വാർഡിലെ റെസ്പോൺസിബിലിറ്റി വേണ്ടത്, മറിച്ച് പേഷ്യൻസിനും കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഇപ്പൊ പേഷ്യൻസ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തോട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിരീക്ഷിക്കുകയും നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ജസ്റ്റ് നമുക്ക് വേഗം ഒന്ന് നോക്കാം കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ അതൊന്നുകൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? പേഷ്യൻസിന്റെ
ഒരു പേഷ്യൻസ് വാർഡിൽ എന്ത് ചെയ്യുക, വാർഡിൽ സ്ഥിരം ഇവരെന്ത് ചെയ്യും, പേഷ്യൻസുമായി കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് വിസിറ്റിങ്ങിനായിട്ട് ചെല്ലുന്ന സമയത്ത് ആ പേഷ്യൻസിനോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അവരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും അവർ ആ വാർഡിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞത് പേഷ്യൻസിനെ എന്ത് ബോധവൽക്കരണമാണ് കൊടുക്കുന്നത്, പേഷ്യൻസിന് നിലവിലുള്ള ട്രീറ്റ്മെന്റുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അവരുടെ നിലവിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, പുതിയ എന്തെങ്കിലും ഉടനെ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ പേഷ്യൻസിന് ബോധവാന്മാരാക്കിയിരിക്കണം. അതുപോലെ തേർഡ് വൺ പറഞ്ഞത് അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് അങ്ങോട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നാലാമതായി പറഞ്ഞത് എന്താണ്, പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ, കൺഫ്യൂഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടികൾ അവർക്ക് നൽകുക. അതുപോലെ അവരെ ധൈര്യവാന്മാരാക്കിയെങ്കിൽ ധൈര്യം പകർന്നു നൽകുക. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുക, ശരി നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ടുകൾ നൽകുക. നെക്സ്റ്റ്, കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ നീഡ്സ് ആർ മെറ്റ് ഡ്യൂറിംഗ് പേഷ്യന്റ് വിസിറ്റ്. ഇവർ പേഷ്യൻസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പേഷ്യൻസിന്റേതായ ആവശ്യകതകൾ എന്താണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഫിസിഷ്യൻസിനെ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളുമായിട്ട് കൂടിച്ചേർന്ന് സഹകരിച്ചുകൊണ്ട് ആ ആവശ്യകതകൾ നടപ്പിലാക്കി നൽകുക. നെക്സ്റ്റ് എന്താണ്, പേഷ്യൻസ്, ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ അടുത്തേക്ക് വരുന്ന സമയവും കാര്യങ്ങളും, അതുപോലെ തന്നെ നഴ്സസിന്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിലോ പേഷ്യൻസിന് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ട്രീറ്റ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലോ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഇതിനെല്ലാം സോൾവ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. നെക്സ്റ്റ്, മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ. ആ ഹോസ്പിറ്റലില് നിലവില് എന്തൊക്കെ ആരോഗ്യ സേവനങ്ങളാണ് ഉള്ളത്, നിലവിൽ അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആ ഹോസ്പിറ്റലിൽ നിന്നും അവൈലബിൾ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആ പേഷ്യന്റിനെ ബോധവാന്മാരാക്കുക. നെക്സ്റ്റ് എന്താണ്, ആ ഹോസ്പിറ്റലിലെ ഹെഡ് ഉണ്ടാവുമല്ലോ, HOD അല്ലെ, ഹെഡിലേക്ക്, ഹോസ്പിറ്റൽ ഹെഡിലേക്ക് ഇവിടെ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ്സോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഹെഡിനെ അറിയിക്കുക. നെക്സ്റ്റ് എന്താണ്, കോൺഫ്ലിക്ട്സ്, അതായത് ആ വാർഡുമായി ബന്ധപ്പെട്ട് പേഷ്യൻസ് തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്യണം, അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ്, ആ പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുന്ന സമയത്തൊക്കെ അവരിൽ നിന്നും ഫീഡ്ബാക്ക് വാങ്ങിച്ച് അത് കളക്ട് ചെയ്ത് അവർ ഇൻഫർമേഷൻ ആക്കി വെച്ചുകൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് നല്ല രീതിയിലുള്ള ശുപാർശകൾ നൽകുക. നെക്സ്റ്റ്, എക്സ്പ്ലൈനിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതിനു വേണ്ടി അൺനോൺ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്കൊന്നിനെ പറ്റിയും ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ വാർഡിലേക്ക് കാര്യങ്ങളെ കുറിച്ചും ആ ഹോസ്പിറ്റൽ പോളിസി പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ്, മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പേഷ്യൻസിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളൊക്കെ പേഷ്യൻസ് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് കുറെ അവകാശങ്ങളുണ്ട് അല്ലെ, റൈറ്റ്സ് ഉണ്ട്, അതെല്ലാം അവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുക. ഇത്രയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആരുടെ വരുന്നതാണ്, പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെയാണ്. ഓക്കെ ആണോ? അപ്പോ ഇൻസർ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ്, ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ അപ്പൊ ചാപ്റ്റർ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി.
ഹോസ്പിറ്റൽ വാർഡ് ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ പോലും ഒത്തിരി ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ. നമ്മള് പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ പഠിച്ചു, അതുപോലെ തന്നെ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ പഠിച്ചു, അതുപോലെ പിന്നെ ആരുടെ പഠിച്ച് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പഠിച്ചു. പിന്നെ കുറെ പോയിന്റ്സ് നമ്മൾ ഫാക്ടേഴ്സ് വാർഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ എല്ലാം പോയിന്റ് വൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശരിയായിട്ട് എന്താണ് കൃത്യമായിട്ട് ഒരു 2 or 3 പ്രാവശ്യം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കേണ്ട ഭാഗമാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വായിച്ചു വിട്ടാൽ കിട്ടാവുന്ന പോയിന്റ്സ് അല്ല. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് തന്നെ പഠിക്കണം കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം എന്ന് പറയില്ല, മറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജോബ് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ അപ്പൊ അവിടെ കൺഫ്യൂഷൻസ് വരില്ല. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ഓപ്ഷൻസ് തരുമ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ പോലും വിട്ട് കളയരുത്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു 4 പേജുള്ളൂ, അപ്പൊ അതിനുള്ളിൽ നിന്ന് മാക്സിമം കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചില സിമിലാരിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറിപ്പോവാതെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ അല്ലേ ഹോസ്പിറ്റൽ വാർഡ്? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. ഓക്കെ, എന്നാ നോട്ട്സ് എടുത്തേ. നോട്ട്സ് എടുത്തോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which is not included? Which is not included? Which is not included in constituents of ward space? Which is not included in constituents of ward space? Which is not included in constituents of ward space? Constituents of ward space. Options തരാം. 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എ patient space. ഓപ്ഷൻ എ patient space. ഓപ്ഷൻ ബി corridors. ഓപ്ഷൻ ബി corridors. ഓപ്ഷൻ സി clinical area. ഓപ്ഷൻ സി clinical area. ഓപ്ഷൻ ഡി nursing space. ഓപ്ഷൻ ഡി നഴ്സിംഗ് സ്പേസ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് നോട്ട്. വെരി ഗുഡ്, സി ആയിരുന്നു അല്ലെ. ഓപ്ഷൻ സി ആണ് ഇൻക്ലൂഡഡ് അല്ലാത്തത്. ബാക്കി 3 ഏതിൽ വരുന്നതാണ്? കോൺസ്റ്റന്റ് ഓഫ് വാർഡ് സ്പേസ് അല്ലെ. 3 വാർഡ് സ്പേസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? പേഷ്യന്റ് സ്പേസ് പഠിച്ചു, ദെൻ നഴ്സിംഗ് സ്പേസ് പഠിച്ചു, കോറിഡോർസ് അല്ലെ. 3 വാർഡ് സ്പേസിൽ വരുന്നതാണ്. അപ്പൊ അതിൽ വരാത്ത ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാണ്? ക്ലിനിക്കൽ ഏരിയ ആണ്. Next, second question. Choose the odd one out. 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 Options പറയട്ടെ. Option A, day room. Option A, day room. Option B, patient area. Option B, patient area. Option C, nursing area. Option C, nursing area. Option D, nursing counter. Option D, nursing counter. Very good. Option A ആയിരുന്നു അല്ലെ. ഏതാണ്? ബാക്കി 3 ഏതിൽ വരുന്നതാണ്? ബാക്കി 3 ഏതിൽ വരുന്നതാ? ബാക്കി 3 ഓപ്ഷൻസും ഏതിൽ വരുന്നതാണ്? ഇതിന്റെ ആൻസർ ഏതാ? ഓഡ് വൺ ഏതാണ്? ഡേ റൂം ആണ് അല്ലെ. ബാക്കി 3 ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ് ബാക്കി 3 ഓപ്ഷൻസും. അതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഓപ്ഷൻ എ ആയിരുന്നു, ഡേ റൂം. Then third question. ഈ 2 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാവർക്കും കിട്ടിയോ? 2 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. ചൂസ് ദി ഓഡ് വൺ ഔട്ട്. ചൂസ് ദി ഓഡ് വൺ ഔട്ട്. അതിലെ ഓപ്ഷൻസ്
Option A, day room. Option B, patient area. Option C, nursing area. And option D, nursing counter. Okay. അല്ല ആൻസർ എന്തായിരുന്നു? ഓഡ് വൺ ഏതാണ്? ഡേ റൂം അല്ലെ. ബാക്കി 3 ഓപ്ഷൻസും ക്ലിനിക്കൽ ഏരിയയുടെ ഉള്ളിൽ വരുന്നതാണ്. ക്ലിയർ ആയോ കാരുണ്യ? Okay. Third question. Dash is a room. Third question. Dash is a room in a hospital. Dash is a room in a hospital where dash is a room in a hospital where beds are arranged for many people. Dash is a room in a hospital where beds are arranged for many people. ഏതാണ്? വെരി ഗുഡ്. ഹോസ്പിറ്റൽ വാർഡ് അല്ലെ. ഹോസ്പിറ്റൽ വാർഡ്. Okay. Fourth question. Pantry, comma, day room. Pantry, comma, day room, comma, trolley bay. Pantry, comma, day room, comma, trolley bay. അതിന് താഴെയായിട്ട് എഴുതുക ഐഡന്റിഫൈ ദി components of ward. Identify the components of ward. ഏത് ഏരിയ ആണ്? വെരി ഗുഡ്. ആൻസിലറി ഏരിയ അല്ലെ. ആൻസിലറി ഏരിയ. ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്? ജിൻഷ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണോ ചോദിച്ചത്? തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡാഷ് ഈസ് എ റൂം. ഏത് റൂമാണ്? ഹോസ്പിറ്റലിലെ ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾക്ക് വേണ്ടിയിട്ട്. ആൻസർ എന്താണ്? ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. ഈ 3 വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഏതാണ് ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട കമ്പോണന്റ് അല്ലെ. വാർഡിന്റെ ഐഡന്റിഫൈ ദ കമ്പോണന്റ് ഓഫ് വാർഡ്. കമ്പോണൻസ് ഏതാണ്? വാർഡിൽ ഏത് കമ്പോണന്റ് ആണ്? ആൻസിലറി ഏരിയ അല്ലെ. 4 ഏരിയാസ് അല്ലെ നമ്മൾ കമ്പോണൻസ് ഓഫ് വാർഡിൽ പഠിച്ചത്. അത് ആൻസിലറി ഏരിയയിൽ വരുന്നത് അല്ലെ. പാൻട്രി, ഡേ റൂം, അതുപോലെ തന്നെ ട്രോളി ബേ. ഓക്കെ ആണോ? ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. Oncology is the study of dash. Oncology is the study of dash. ഇതൊരു ജനറൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ഓങ്കോളജി വാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. നിങ്ങൾക്ക് അറിയോ ആൻസർ എന്താണ്? വെരി ഗുഡ്. ക്യാൻസർ അല്ലെ. ക്യാൻസറുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ് ഓങ്കോളജി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സ്റ്റഡീസ് ഉണ്ടല്ലോ. ഹെമറ്റോളജി, ഓങ്കോളജി, അങ്ങനെയുള്ള സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാൻ പറ്റും. അപ്പൊ അതൊന്നും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നോട്ടിലില്ല എന്ന് പറയരുത്. നമ്മൾ മറ്റു വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. എന്താണ്? ക്യാൻസർ അല്ലെ. സ്റ്റഡി ഓഫ് ക്യാൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ. എ പ്രൊഫഷണൽ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ അല്ലേ ആയുള്ളൂ? 8th വൺ ആയോ? എന്താണ് ജംഷീന ചോദിച്ചത് 8th എന്ന് പറയുന്നത്? ഓക്കെ. ഓക്കെ. Next question, 6th question. A professional who is specialized in helping. A professional who is specialized in helping people. A professional who is specialized in helping people who are recovering from disease or disability.
A professional who is specialized in helping people who are recovering from disease or disability. Options വേണ്ട അല്ലേ? അറിയാം നമുക്ക്. Patient care executive. Patient care executive. Patient care executive. അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താണ് അവരുടെ? Patient care executive അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വരാവുന്ന ഒരു പേര് ഏതാ? എന്താണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ വരാവുന്നത് ഫ്ലോർ മാനേജർ എന്നായിരിക്കും കേട്ടോ. രണ്ടിൽ ഏത് ചോദിച്ചാലും ആൻസർ സെയിം ആണ് കേട്ടോ. ചിലപ്പോ ഓപ്ഷൻസിൽ ഫ്ലോർ മാനേജർ എന്നായിരിക്കും കിടക്കുക. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയണം. എ പ്രൊഫഷണൽ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസ് ഓർ ഡിസബിലിറ്റി. Professional who is specialized in helping people who are recovering from disease or disability. Disease or disability. Patient care executive അല്ലെങ്കിൽ floor manager. Okay, next question, 7th question. Which of the following does not come under the duties related to hospital information system? Which of the following does not come under the duties related to hospital information system? Hospital information system. Okay, options, 4 options ഉണ്ട്. Option A, new admission received in the system. New admission received in the system. Option B, discharge are completed on time in the system. Discharge are completed on the time in the system. Discharge are completed on time in the system. Option C, issue related to bed management. Issue related to bed management. എന്താണ് ജംഷീന? സ്ലോയിൽ പറയണം. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയോ? 7th question. Which of the following does not come under the duties related to hospital information system? കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതാട്ടോ. Which of the following does not come under the duties related to hospital information system? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻ എ, ന്യൂ അഡ്മിഷൻ received in the system. New admission received in the system. New admission received in the system. New admission received in the system. Option B, discharge are completed. Discharge are completed on time in the system. Discharge are completed on time in the system. Discharge are completed on time in the system. Option C, issue related to bed management. Issues related to bed management. Issues related to bed management. Issues related to bed management. Option D, check noise level. Option D, check noise level. Very good. Option D ആയിരുന്നു എന്താണ് ഇതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡഡ് അല്ലാത്തത് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്, ചെക്ക് നോയ്സ് ലെവൽ അല്ലെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th question. Who is worked Asan? Who is worked Asan? Who is worked Asan? Intermediator in between the healthcare providers. Who is worked Asan? Intermediator in between the healthcare providers and the patients. Who is worked Asan? Intermediator in between the healthcare providers and the patients. Who is work? Patient
റിലേഷൻ ഓഫീസർ അല്ലെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ, patient relation officer. Okay, next question. Which of the following does not included? Which of the following does not included? Which of the following does not included in duties of a patient care executive? Which of the following does not included in the duties of a patient care executive? In the duties of a patient care executive. The duties of a patient care executive. Which of the following does not included in the duties of a patient care executive? Options പറയട്ടെ. Option A, ensure proper discipline. Ensure proper discipline. Ensure proper discipline. Option B, option A, ensure proper discipline. Option B, monitor emergency call. Monitor emergency call, comma, evacuate facilities when required. Evacuate facilities when required. Monitor emergency call, comma, evacuate facilities when required. Evacuate facilities when required. Option C, ensure patient care. Option C, ensure patient care. Ensure patient care. Option D, coordinating ward unit performance. Coordinating ward unit performance. Coordinating ward unit performance. Very good. Option B. അല്ലെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ബാക്കി മൂന്നെണ്ണവും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോലിയിൽ വരുന്നതാണ് അല്ലെ. എൻഷുവർ പ്രോപ്പർ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ എൻഷുവർ പേഷ്യന്റ് കെയർ, അതുപോലെ കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ് എല്ലാം. ഇനി ബി ഏതിൽ വരുന്നതായിരുന്നു? ബി ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെയും ഡ്യൂട്ടി ക്ലിയർ ആയാൽ മാത്രമേ ആ ഓപ്ഷൻസിൽ നിന്നും ഇൻക്ലൂഡഡ് ആവാത്തതൊക്കെ ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചും കൂടി പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് അത് വായിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാതെ എന്താണ് ഇരിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോവാൻ സാധ്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Last question. Who is maintaining exact records of patient meetings? Who is maintaining exact records of patient meetings? Who is maintaining exact records of patient meetings with physician, nurses and other staff members? Who is maintaining exact records of patient meetings? Who is maintaining exact records of patient meetings with physician, nurses and other staff members? ആരാണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണത്? വെരി ഗുഡ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ ആണോ? 10 ക്വസ്റ്റ്യൻസ് തന്നില്ലേ ഇപ്പൊ? അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. 8th one. Who is worked as an intermediator? Who is worked as an intermediator between the health care providers
and the patients. Healthcare providers and the patients. Who is worked as an intermediator. ഇത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? Intermediator in between the healthcare providers and the patients. Answer എന്തായിരുന്നു? Patient relation officer. 9th question ആണ്. Which of the following, 9th question ആണ് പറയുന്നത്, which of the following does not included in the duties of a patient care executive? Which of the following does not included in the duties of a patient care executive? Options. First option A ആയിരുന്നു ensure proper discipline. Option B monitor emergency call, evacuate facilities when required. Option C ensure patient care. Option D coordinating ward unit performance. Option B ആയിരുന്നു കറക്റ്റ് ആൻസർ ആയിട്ട് ഇതിൽ വന്നത്. ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആയിരുന്നു. 10th ആൻസർ ആണ് ചോദിച്ചത്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഇപ്പൊ പഠിച്ച കാര്യമായിരുന്നു അല്ലെ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കും കൂടി ചിലപ്പോ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആവാനുണ്ടല്ലോ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ ചെറിയ രീതിയിലുള്ള റിവിഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടൈം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വന്നൊരു എക്സാം പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ എക്സാം ആയിട്ട് ഇടുകയോ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതില് നിങ്ങൾക്ക് ഒരു 5 ചാപ്റ്റേഴ്സ് ഇപ്പൊ നാളെയും മറ്റന്നേക്ക് നമുക്ക് ലീവ് അല്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ 2 ദിവസം സമയമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് തന്നെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങള് ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, അതായത് ഹോസ്പിറ്റൽ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ അല്ലെ? ആദ്യ 2 ചാപ്റ്റർ ഇല്ലേ, ഞാൻ എടുത്ത ഭാഗമാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് 2 ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് ഏതാ എടുത്തിരുന്നേ? ഏതെടുത്തേ? അത് കഴിഞ്ഞ് ഏതെടുത്തേ? ബ്ലഡ് ബാങ്ക് അല്ലേ എടുത്തിരുന്നേ? ബ്ലഡ് ബാങ്ക് അല്ലേ എടുത്തേ? ഓക്കെ, അല്ലെ? അപ്പൊ ഇൻട്രൊഡക്ഷൻ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാട്ടോ. പഠിച്ചിട്ട് വരേണ്ട ചാപ്റ്റേഴ്സാ പറയുന്നേ. പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിച്ചു വിട്ടതല്ല, നിങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന രീതി തന്നെ പഠിക്കണം. കാരണം നമുക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല. എക്സാമിന് ഡേറ്റ് ഒക്കെ എപ്പോഴാണ് വരുന്നത് കൺഫേം ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപ് നമ്മൾ എപ്പോഴും പഠിച്ച് പ്രിപ്പയർ ആയിരിക്കുന്നതാണ് നല്ലത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. നിങ്ങളിപ്പോ എല്ലാം കൂടി ഒരുമിച്ച് കൺഫ്യൂഷൻ ആയി പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് പോവാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ബാങ്ക്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് കൂടുതൽ എടുക്കാം. കാരണം അപ്പൊ നിങ്ങൾ ആ ഒരു കോണ്ടാക്ട് കണക്ഷൻ ഒക്കെ ഒന്ന് ഏകദേശം വിട്ടിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് അതൊന്ന് കുറച്ചും കൂടി റിവൈൻഡ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ആവും. ഇപ്പൊ ബ്ലഡ് ബാങ്ക് 3rd ചാപ്റ്റർ. പിന്നെ ഏത് ചാപ്റ്റർ ആണ്? റേഡിയോളജി. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് പഠിക്കാലോ. പിന്നെ ഒരു ചാപ്റ്റർ കൂടി എടുക്കാം, ഡയാലിസിസ്. ഓക്കെ, ഓക്കെ ആണോ? 5 ചാപ്റ്റേഴ്സ്. എന്തായാലും ഇണ്ടാത്ത വേണ്ടേ? വേണം അല്ലേ? നമുക്ക് എക്സാമിന് മുൻപ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ആ 5 ചാപ്റ്റർ നല്ല രീതിയിൽ നോക്കിയിട്ട് വരാണ്ട് നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക. അപ്പൊ 5 ചാപ്റ്റേഴ്സ് മറക്കാതെ നോക്കുക. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ബ്ലഡ് ബാങ്ക്, അതുപോലെ തന്നെ ഏതാ പറഞ്ഞത്? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. പിന്നെ ഡയാലിസിസ് സർവീസ്. 5 ചാപ്റ്റേഴ്സ് നമുക്കിപ്പോ നോക്കാം. വെന്റിലേറ്റേഴ്സും എടുത്തിട്ടില്ല, IP അഡ്മിഷൻ അതും എടുത്തിട്ടില്ല. ഓക്കെ, വെന്റിലേറ്റേഴ്സും ഇൻപേഷ്യന്റ് അല്ലെ? ഇൻപേഷ്യന്റ് അത് അശ്വതി മാം നെക്സ്റ്റ് വീക്ക് തുടങ്ങി കണ്ടിന്യൂ ചെയ്യായിരിക്കും. അപ്പൊ മാമാണ് അതിന്റെ മാമിന്റെ പോർഷൻസും കൂടിയാണ്. അപ്പൊ വെന്റിലേറ്റർ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ശരണ്യ മിസ് മാം പോയില്ലേ? ശരണ്യ മിസ്സിന്റെ പോർഷൻസ് എവിടെ വരെ ആയിരുന്നു? മെഡിക്കൽ ടെർമിനോളജി കഴിഞ്ഞു.
മെഡിക്കൽ ടെർമിനോളജി കഴിഞ്ഞു. അപ്പൊ വെന്റിലേറ്റർ നെക്സ്റ്റ് ക്ലാസ് വീക്കിലെ ക്ലാസ് ഉള്ളപ്പോ അത് കംപ്ലീറ്റ് ചെയ്യോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് വരണം, മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് അഡ്ജസ്റ്റ്, കാരണം നെക്സ്റ്റ് വീക്ക് നമ്മൾ പോർഷൻസ് തീർക്കാനുള്ളതാണെങ്കിൽ കൂടി കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയും മാക്സിമം നമ്മൾ തീർക്കും. അപ്പൊ അതിനുള്ളില് നമുക്ക് സമയം കിട്ടുന്നത് പോലെ നമുക്കൊരു റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പെട്ടെന്ന് വന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പോൾ മറ്റേ ചെയ്തോട്ടെ. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ താങ്ക് യു മാം.